വരുന്ന വിവാഹങ്ങളെ മുടക്കിക്കളയുന്ന ബീവിയുടെ അവസ്ഥ കണ്ട് കൂട്ടുകാരി നഫീസത്ത് എന്നിവർ കാര്യം നിരക്കി. സത്യസന്ധനും കുലീനനും നാട്ടിലാകെ സൽപ്പേര്യമുള്ള മുഹമ്മദിനെയാണ് തനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹം എന്ന് അവരോട് വെളിപ്പെടുത്തി. അവർ നബിയുടെ വീട്ടിലെത്തി വിവാഹക്കാര്യം പറഞ്ഞു. തൻ്റെ കയ്യിൽ വിവാഹത്തിനാവശ്യമായ പണമില്ലെന്നാണ് തിരുനബി മൊഴിഞ്ഞത്. പണവും സൗന്ദര്യവുമുള്ള ഒരുവൾ താങ്കൾ അന്വേഷിക്കുന്നുവെന്നായി നഫീസ. അതാരായിരുന്നു എന്നതിന് ഖദീജ എന്ന മറുപടി. മനസ്സിലെ ആഗ്രഹം അന്വേഷണമായി വന്നുവെന്ന് നബിയും നനച്ചു. കാര്യം തൻ്റെ പിതൃവ്യന്മാരായ ഹംസ, അബ്ബാസ്, അബൂ ത്വാലിബ് എന്നിവരോട് വെളിപ്പെടുത്തി. അവരാരും വിലങ്ങിയില്ലെന്നു മാത്രമല്ല അങ്ങേയറ്റം സന്തോഷിക്കുകയും ചെയ്തു. നബിയും പിതൃവ്യന്മാരും അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയും ഔദ്യോഗികമായി കെട്ടുറപ്പിക്കുകയും ചെയ്തു. നിശ്ചയിച്ചതു പ്രകാരം പിന്നീട് വിവാഹം നടന്നു. വധൂവരന്മാർ തമ്മിലുള്ള പ്രായാന്തരമൊന്നും ഇന്നത്തെ പോലെ ഒരു ചർച്ചയായിരുന്നില്ല. അക്കാലത്തെ സർവ്വസാധാരണമായ ഒരു രീതി മാത്രമാണത്. കുടുംബവും വംശവുമായി വികാസം പ്രാപിച്ച മനുഷ്യജീവിതത്തിൽ പരസ്പര ബന്ധം രൂപപ്പെടുത്തുന്നതിൻ്റെ ശക്തമായ ഹേതുകമാണ് വിവാഹം. അതിനാൽ വിവാഹത്തിൽ കേവല ലൈംഗികതക്കപ്പുറം നിരവധി ഘടകങ്ങളെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഈ പ്രായാന്തരങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. ബന്ധങ്ങൾ രൂപപ്പെടുത്തിയ മനുഷ്യകുലത്തിൻ്റെ പുരോഗതി ഉണ്ടാവൂ എന്ന് തിരിച്ചറിയപ്പെടുന്ന കാലത്തോളം പ്രായഭേദം പരിഗണിക്കാത്ത ഈ സംസ്കാരമാണ് എക്കാലത്തേക്കുമായി നല്ലതെന്ന് മനസ്സിലാക്കാം.